മേളം കൂടി മേളാറുന്നു. അതിന് ഇത് റിപ്പബ്ലിക് ഡേയുടെ പരേഡ് അല്ല. അറ്റൻഷൻ. ആ വാള താത്തി വെക്കി. ആ വാളും പരിചയമൊക്കെ പൊക്കി പിടി. അങ്ങ് പൊക്കി പിടിക്കടാ. ഇത് മതിയോ? അതിന്റെ പരിപാടിക്ക് വിളിക്കാതെ ദിവസം ഒന്നരക്ക് ഇറങ്ങിപ്പോ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് പോവാ. ഇവരാണ് നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാ. യുദ്ധം പിടിച്ചിട്ട് ഒറ്റ മനുഷ്യനും കാണില്ലല്ലോ. അപ്പം മുട്ടക്കറി ഉണ്ടെന്നപ്പോ വന്നേക്കണുണ്ട്. ഇന്ന് മുട്ടക്കറിയാർന്നാ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതേ മുട്ട വട്ടം കയറിയേക്കണു. മുമ്പിന്ന് മാറ് മാറ്. നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാൻ. കുതിരവണ്ടിയിൽ കസേര വെക്കാൻ മറന്നുവേ. അയ്യോ ഞാനങ്ങ് മറന്നു. എന്നെ വിളിച്ച ക്ലിയറായോ? റോഡിന്റെ വട്ടം കയറി നിക്കാതെ ആ മൂലയിട്ട് മാറി. ഓക്കെ എല്ലാരും വാള് വെക്ക്. ഉത്തരവ് പ്രഭു. നിന്നോട് ഈ വാള് വെക്കാനാണ് പറഞ്ഞേ. നീട്ടി വെക്ക്. ഇനി നീട്ടി വെച്ചിട്ടാണ് മേത്തോട്ട് തിരിക്കാൻ. ഇതെന്തോ സ്റ്റെപ്പാ. ഞാൻ അപ്പഴേ പറഞ്ഞത് ആ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി വെച്ചാൽ മതിയെന്ന്. എന്നാ തണുപ്പ. വെളിച്ചെണ്ണയാണ്. അങ്ങനല്ല, ആ വെൽഡ് ചെയ്ത ഭാഗം മുമ്പിട്ടു. അങ്ങനെ 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 തന്നെ. ഞാൻ വെൽഡ് ചെയ്തതാ. വെച്ചോ വെച്ചോ. കൊള്ളാം. ഇതൊക്കെ ഏതാക്കറി കടയെന്നാണാവോ? ഇതാ രാജൻ. രാജനല്ല, പൾവാൾ ദേവ്. എന്റെ മകൻ. ഇത് കൂട്ടക്ഷരാലോ. ഇത് ഞാനെങ്ങനെ വായിക്കണേ? അങ്ങ് വായിക്കുന്നേ. നേരവണ്ണം മലയാളം അറിയുമല്ലോ, പിന്നെ ഇംഗ്ലീഷ്. നീ എന്തെങ്കിലും ഒന്ന് പറ. എന്നെ രാജാവാക്കാൻ വേണ്ടി കള്ളോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ആകെ ഇവിടെ 100 വോട്ടുള്ളൂ. പക്ഷെ ഇവനെങ്ങനെ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് എനിക്കറിയാൻ പാടില്ലട്ടാ. കൊള്ളത്തരം കാണിക്കുകയാണെങ്കിലും ഒരു മയത്തിലൊക്കെ കാണിക്കണ്ടേ. ഖുഷിയും വേണമായിരുന്നു. ദേവന് എല്ലാവരും കൂടി ഒരു ജയ് കൊടുക്ക്. ജയ്. ആരെങ്കിലും ഒന്ന് വിളിക്കണം. ഒരു 4 പേരും കൂടി ജയ് വിളിക്കണമെങ്കിൽ 5 പേരായേനെ. പിള്ളേര് നാണം കെടുത്തിക്കളഞ്ഞല്ലേ. അവന്റെ ഹെൽമെറ്റിൽ നെറ്റ് ഉണ്ടല്ലോ. ഇത് പിടിച്ചോ പിടിച്ചോ. അവന്റെ കണ്ണീട്ട് തേച്ച് വെക്കി. അവന് ലെവൽ 1 ഹെൽമെറ്റ് കൊടുത്താൽ മതിട്ടാ. ശരിയാട്ടോ, ശോകാട്ടോ. കിട്ടുമായിരിക്കുമല്ലേ കാശ്? ഞങ്ങളുടെ കാശ് കൊണ്ട് തരാതെ വാടാ. ശരി എന്നാ നമ്മുടെ കാശ് കിട്ടും. ഇതെന്തൊരു മൈൻഡ് ഇല്ലാതെ പോണേ. മാമന്റെ മോൻ കലക്കണോട്ടോ. എന്താ പറയാ, പണ്ടാരും മറന്നു പോയില്ല. വേണ്ട, വായിക്കറിയില്ല. എന്നെ പോലെ തന്നെയല്ലേ. മഹേന്ദ്ര ബാഹുബലി എന്ന ഞാൻ. ഇവർക്ക് 2 ടർപ്പായി വലിച്ചേട്ടാൻ പാടില്ല. എന്ത് വെയില. അമരേന്ദ്ര ബാഹുബലി എന്ന ഞാൻ. ചേട്ടാ ഇതന്നെയല്ലേ ഒരു പ്രാവശ്യം പറഞ്ഞേ. രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും ഞാൻ ആദ്യം ഫാൻസ് ഹിന്ദി മേലനങ്ങാതെ സമ്പാദിക്കാമെന്നും. അത് കൊള്ളാട്ടാ. രാജകാമി ശിവര യുദ്ധങ്ങളിൽ എനിക്ക് പകരം കട്ടപ്പയെ നിർത്താമെന്നും. അതൊരു മാതിരി മറ്റടുത്ത പരിപാടി ആയി പോയില്ല. മാമാന്ന് വിളിക്കണ്ടട്ടാ. അതെ, നിങ്ങളുടെ കൊട്ടു പോരാട്ടെ. ആദ്യം കഴിഞ്ഞ രാത്രി കാച്ചട പോലെ ഡയലോഗ് അടിക്കാതെ. നമ്മുടെ വാളിന് മൂർച്ചയൊക്കെ ഉണ്ടായിരുന്ന സന്തോഷായി. അതെ, താഴെയിട്ടേക്കണ ഗ്രാനൈറ്റ് പൊട്ടിച്ചാൽ എല്ലാവരും കാശ് വാങ്ങൂട്ടോ. വൈബ്രേഷന്. ഇതെന്തോ ഓട്ടോറിക്ഷ? കട്ടപ്പ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി തരും. ഇതെന്താ മസാജറോ? ഞാനോട് ഒരു കാര്യം.
ഏത് പാൻ മസാല കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കൂടെയാണ് പാൻ മസാലയല്ല ഐസ്ക്രീം കട